ഹലോ നമസ്കാരം. വീണ്ടും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബ്രൂസ്ലി PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാലാമത്തെ മോക്ക് ടെസ്റ്റാണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. ഇനി നടക്കാൻ പോകുന്ന പ്രിലിമിനറി പരീക്ഷയ്ക്ക്, അതായത് ബെവ്കോ LDC അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS, ഈ രണ്ട് പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റാണ്. 80 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ്. 80 ചോദ്യങ്ങളും GK ചോദ്യങ്ങളാണ്. PSC ഇതിനു മുന്നേ LGS ലെവലിൽ ചോദിച്ച ചോദ്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്നല്ല, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇതെന്താണ് മോക്ക് ടെസ്റ്റായിട്ട് തന്നെയാണ് ചെയ്തു പോകുന്നത്. എല്ലാവരും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കയ്യിലെപ്പോഴും ഒരു പേപ്പർ ഉണ്ടായിരിക്കണം. OMR ഉള്ളവർ OMR വെച്ച് തന്നെ ബബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 3 തെറ്റിന് 1 മാർക്ക് വെച്ച് മൈനസ് പോകുന്നതാണ്. പിന്നെ OMR കയ്യിലില്ലാത്തവർ ഒന്ന് പേപ്പറിൽ തന്നെ നോർമലായിട്ട് എഴുതി പോവുക. ഒപ്പം ഒരു നോട്ട്ബുക്ക് കയ്യിൽ വെച്ചേക്കുക. ഇതിൽ പറയുന്ന റിലേറ്റഡ് ഫാക്റ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക. ഒപ്പം തെറ്റുന്ന ക്വസ്റ്റ്യൻസും പ്രത്യേകം എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് പരീക്ഷയ്ക്ക് ആ ഒരു ഭാഗത്ത് നിന്നുള്ളത് തെറ്റിപ്പോവാനായിട്ട് ചാൻസ് കുറവായിരിക്കും. സോ എന്ത് ചെയ്യുക, നല്ലപോലെ ഈ ഒരു എക്സാം എഴുതുക. ഇത് പിന്നെ കട്ട് ഓഫ് മാർക്ക് നമ്മുടെ തംബ്നെയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഇന്നത്തെ എക്സാമിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ തന്നെ ഈ ഭരണഘടന കരട് സമിതി അംഗങ്ങൾ എത്രയാണ്? അംഗങ്ങൾ 7 പേരാണ്. ഓക്കെ, ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ തന്നെ എത്ര അംഗങ്ങളാണ് ഇതിലുണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 പേരാണ് ഉണ്ടായിരുന്നത്. ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ആൻസർ ഓപ്ഷൻ ബി 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9 ഇനി ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് ആരാണ്? JB കൃപലാനിയാണ്. ഓക്കെ, JB കൃപലാനിയാണ് ഭരണഘടനയുടെ ആദ്യ സമ്മേളനത്തെ എന്ത് ചെയ്തത്? അഭിസംബോധന ചെയ്തത്. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സെഷൻ അല്ല, ഈ ഒരു സമ്മേളനത്തിൻ്റെ രൂപീകരണം നടന്നതെന്നാണ്? 1946 ഡിസംബർ 6. ഓക്കെ, ഡിസംബർ 6. എന്നാൽ ആദ്യ സമ്മേളനമാണെന്ത്? ഡിസംബർ 9. അതുപോലെ തന്നെ ഈ ആദ്യ സമ്മേളനത്തിൽ ടോട്ടലായിട്ട് ഉണ്ടായിരുന്നവർ എത്ര പേരാണ്? 207 പേരാണ്. ഓക്കെ, ആദ്യ സമ്മേളനത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 207 പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ എത്രയാണ്? 9 പേരാണ്. ഓക്കെ, അപ്പോൾ ആദ്യ സമ്മേളനത്തിൽ ടോട്ടലായിട്ട് 207 പേരുണ്ടായിരുന്നു. ടോട്ടലായിട്ട് എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 പേരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളായ വനിതകളാണെങ്കിൽ 17. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളായ വനിതകൾ 17 പേരാണ്. പിന്നെ ചോദിക്കാം, ഇതിൽ തെറ്റിപ്പോകുന്നൊരിതുണ്ട്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങൾ എത്ര? ശ്രദ്ധിക്കുക, മലയാളി അംഗങ്ങളാണ്. അതുകൊണ്ടാണ് 17 തന്നെയാണ്. മലയാളി അംഗങ്ങൾ 17 പേരാണ്. എന്നാൽ മലയാളി വനിതകൾ എത്രയാണ്? 3 പേരാണ്. ഓക്കെ, മലയാളി വനിതകൾ എത്ര പേരാണ്? 3 പേരാണ്. അപ്പോൾ ഇത്രയൊന്ന് ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. രൂപീകൃതമായത് 1946 ഡിസംബർ 6. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 209. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളായ വനിതകൾ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 17. ഓക്കെ, 17. എന്നാൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ
മലയാളി അംഗങ്ങളും 17 ഓക്കെ. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളി അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതും 17. എന്നാൽ മലയാളി വനിതകൾ എത്ര? ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ എത്ര പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 പേരാണ്. ഓക്കെ, ഇത്രയാണ് പഠിച്ചു വെച്ചേക്കാനുള്ളത്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പാർലമെന്റിനാണ്. ഓക്കെ, ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റാണ്. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാർലമെന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 79. പാർലമെന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 79. രാജ്യസഭയാണെങ്കിലോ 80. രാജ്യസഭയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 80. ഇനി ലോക്സഭയാണെങ്കിലോ 81. ആർട്ടിക്കിൾ 81 ലോക്സഭയെ പറ്റി പറയുന്നത്. ഓക്കെ, ഇത് ഓർത്ത് വച്ചിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു കോഡ് പറയാം. ഇതാണ് പരലോകം. ഓക്കെ, പരലോകം. എങ്ങനെയാണ്? പാർലമെന്റ് 79. നമുക്കിതിലൊരു അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. പാർലമെന്റ് 79, രാജ്യസഭ 80, ലോക്സഭ 81. ഓക്കെ, കിട്ടിയോ? പരലോകമാണ് കൂടെ. എന്താണ്? പാർലമെന്റ്. എന്താണ്? രാജ്യസഭ. എന്താണ്? ലോക്സഭ. ഓക്കെ, മറന്നു പോകരുത്, ഓർത്തു വച്ചിരിക്കുക. സിമ്പിൾ കോഡാണ് പരലോകം. 79, 80, 81. നാലാമത്തെ ചോദ്യം നോക്കാം. നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ്, 6. ഓക്കെ, നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം 6. അഞ്ചാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തത്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തത്? ആൻസർ ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ. ഓക്കെ, സോവിയറ്റ് യൂണിയൻ ആണ്. ഇനി നമുക്ക് ഈ കാനഡയിൽ നിന്ന് കടമെടുത്ത എന്തൊക്കെയാണ്? കാനഡയിൽ നിന്ന് അവശിഷ്ടാധികാരം, പിന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. ഓക്കെ, അവശിഷ്ടാധികാരം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഇവയൊക്കെ എവിടെ നിന്നാണ് കടമെടുത്തത്? കാനഡയിൽ നിന്നുമാണ്. ഓക്കെ, കാനഡയിൽ നിന്നുമാണ് അവശിഷ്ടാധികാരം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ കടമെടുത്തത്. ഓർത്ത് വച്ചേക്കുക. ആറാമത്തെ ചോദ്യമാണ്. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികപരമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. അപ്പോൾ പ്രീതി ഭോജനം ആരാണ്? പ്രീതി ഭോജനം ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, വാഗ്ഭടാനന്ദനാണെന്ത്? പ്രീതി ഭോജനം. ഇനി സമപന്തി ഭോജനമാണെങ്കിലോ സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം. എന്നാൽ പന്തി ഭോജനമാണെങ്കിൽ തൈക്കാടയ്യ. ഓക്കെ, സമപന്തി ഭോജനമാണെങ്കിൽ വൈകുണ്ഠ സ്വാമികളാണ്, എന്നാൽ പന്തി ഭോജനം തൈക്കാടയ്യാണ്. ഓർത്തു വച്ചേക്കുക. അതുപോലെ ഈ സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. ഇനി സമത്വ സമാജം സ്ഥാപിതമായ വർഷമാണ് 1836. ഓക്കെ, സമത്വ സമാജം സ്ഥാപിതമായ വർഷമാണ് 1836. ഓക്കെ, നമുക്ക് നോക്കാം. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ചതാരാണ്? സഹോദരൻ അയ്യപ്പൻ. എന്നാൽ പ്രീതി ഭോജനമാണെങ്കിൽ വാഗ്ഭടാനന്ദനാണ്. ഇനി പന്തി ഭോജനം തക്കാടയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ തന്നെ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, സമത്വ സമാജം സ്ഥാപിച്ചത്
വൈകുണ്ഠസ്വാമികളാണ്. എന്നാൽ ഈ സമത്വ സമാജം സ്ഥാപിച്ച വർഷമാണ് 1836. ഓക്കെ, സമത്വ സമാജം സ്ഥാപിച്ച വർഷം എന്നാണ് 1836 ഓർത്തു വച്ചേക്കുക. ഏഴാമത്തെ ചോദ്യമാണ്, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കെ കേളപ്പൻ. ഓക്കെ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ്. എട്ടാമത്തെ ചോദ്യം നോക്കാം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ എ 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷമാണ് 1741. ഓക്കെ, 1741 കുളച്ചൽ യുദ്ധം. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു അല്ലേ? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു എന്ത്? കുളച്ചൽ യുദ്ധം. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് ആറ്റിങ്ങൽ കലാപം. ഓക്കെ, ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം വർഷം എന്നാണ് 1721. ഓക്കെ, ആറ്റിങ്ങൽ കലാപം എന്നാണ് 1721. എന്നാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ഏതാണ്? അത് അഞ്ചുതെങ്ങ് കലാപമാണ്. ഓക്കെ, ആദ്യ കലാപം ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചുതെങ്ങാണ്, എന്നാൽ സംഘടിതം ചോദിച്ചു കഴിഞ്ഞാലാണ് ആറ്റിങ്ങൽ. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു കുളച്ചൽ യുദ്ധം 1741. ദെൻ വെല്ലൂർ കലാപം എന്നാണ്? വെല്ലൂർ കലാപം 1806 ജൂലൈ 10. ഓക്കെ, ജൂലൈ 10, 1806 ജൂലൈ 10 എന്ത്? വെല്ലൂർ കലാപം. ഓക്കെ, വെല്ലൂർ കലാപം എന്നാണ് 1806 ജൂലൈ 10. മറന്നു പോകരുത്, ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കൂ. 1806 ജൂലൈ 10 എന്ത്? വെല്ലൂർ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, 10ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ് വക്കം മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, ഈ സ്വദേശാഭിമാനി പത്രം ഉണ്ടല്ലോ, ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്നാണ് 1905 ജനുവരി 19. ഓക്കെ, 1905 ജനുവരി 19. ഓക്കെ, 1905 ജനുവരി 19 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അതുപോലെ തന്നെ ആദ്യ പത്രാധിപരാണ് CP ഗോവിന്ദപിള്ള. ഓക്കെ, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരാണ് CP ഗോവിന്ദപിള്ള എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷമാണ്, അതെ നമ്മൾ ഒരു ഡേറ്റ് മാറിയിട്ടുണ്ട്, ഇതിൻ്റെ ജനുവരി 19. ഓക്കെ, ജനുവരി എന്നാണ് 19, 1905 ജനുവരി 19 എന്ത്? സ്വദേശാഭിമാനി പത്രം സ്ഥാപിതമായത് 1905 ജനുവരി 19. അതുപോലെ തന്നെ ആദ്യ പത്രാധിപർ ചോദിച്ചു കഴിഞ്ഞാൽ CP ഗോവിന്ദപിള്ളയാണ്. ഓക്കെ, CP ഗോവിന്ദപിള്ളയാണ്. എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1907. ഓക്കെ, 1907 തിരുവനന്തപുരത്ത് നിന്നും എന്ത് ചെയ്തത്? സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 11ാമത്തെ ചോദ്യമാണ്, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതുപോലെ തന്നെ ഈ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1905. ഓക്കെ, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിതമായ വർഷം എന്നാണ് 1905. അടുത്ത് ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ബർദോളി സത്യാഗ്രഹം അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, ബർദോളി സത്യാഗ്രഹമാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ തന്നെ ബർദോളി സത്യാഗ്രഹം വർഷം
1928. ഓക്കെ, ബർദോളി സത്യാഗ്രഹ വർഷം എന്നാണ് 1928. പിന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ INCയിൽ അംഗമായിട്ടുള്ളൊരു വർഷമുണ്ട്. അത് 1889. ഓക്കെ, ഗോപാലകൃഷ്ണ ഗോഖലെ INCയിൽ അംഗമായ വർഷം 1889. എന്നാൽ ഗോപാലകൃഷ്ണ ഗോഖലെ INC പ്രസിഡൻ്റായ വർഷം 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനം. ഓക്കെ, 1905 ഏതാണ്? ബനാറസ് കോൺഗ്രസ് സമ്മേളനമാണ്. ഓക്കെ, 1905 ബനാറസ്. എന്നാൽ ഗോപാലകൃഷ്ണ ഗോഖലെ INCയിൽ അംഗമായത് 1888. 12ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, അരുണ ആസിഫ് അലി. 13ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാനാണ് ചമ്പാരൻ സത്യാഗ്രഹം, നിസ്സഹകരണ സമരം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. ടൈം ആവശ്യമുള്ളവർ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്യാവുന്നതാണേ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം 1917. നിസ്സഹകരണ സമരം 1920. ഉപ്പ് സത്യാഗ്രഹം 1930. ക്വിറ്റ് ഇന്ത്യ സമരം 1942. ചമ്പാരൻ 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പ് സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942. 14ാമത്തെ ചോദ്യം, ഏത് സംസ്ഥാനത്തിൻ്റെ തനത് കലാരൂപമാണ് കഥക്? ഏത് സംസ്ഥാനത്തിൻ്റെ തനത് കലാരൂപമാണ് കഥക്? ആൻസർ ഓപ്ഷൻ ബി, ഉത്തർപ്രദേശാണ്. ഓക്കെ, ഉത്തർപ്രദേശിൻ്റെ കലാരൂപമാണെന്ത്? കഥക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷം? ആൻസർ ഓപ്ഷൻ ബി, 1905 ഓഗസ്റ്റ് 7. 1905 ഓഗസ്റ്റ് 7 അതുപോലെ തന്നെ വന്ദേ മാതരം മൂവ്മെൻറ്റും എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്വദേശി പ്രസ്ഥാനമാണ്. ഓക്കെ, വന്ദേ മാതരം മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്വദേശി പ്രസ്ഥാനമാണ്. 16ാമത്തെ ചോദ്യം, ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി? ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി? ആൻസർ ഓപ്ഷൻ സി ആണ്, റഷ്യ. ഓക്കെ, റഷ്യയാണ് ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി. നമുക്കെന്തായാലും ജസ്റ്റ് ഒന്ന് ബ്രിക്സ് ഉച്ചകോടികൾ നോക്കാം. 2024 ബ്രിക്സ് ഉച്ചകോടി റഷ്യയിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, 2024 ബ്രിക്സ് ഉച്ചകോടി എവിടെയായിരുന്നു? റഷ്യയാണ്. 16ാമത് ഉച്ചകോടിയായിരുന്നു. ഓക്കെ, 16ാമത് ഉച്ചകോടിയാണ്. എന്നാൽ 2025 ആണെങ്കിൽ ഏതാണ്? ബ്രസീലാണ് 17ാമത്. ഓക്കെ, ബ്രസീലാണ് 17ാമത്. ബ്രസീൽ 17ാമതാണ്. 2026 എവിടെ വെച്ചിട്ടായിരുന്നു? ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു 18ാമത് ഉച്ചകോടി. ഓക്കെ, 18ാമത് ഉച്ചകോടിയാണ്. ഇനി 2027 നടക്കാൻ പോകുന്നത് ചൈനയാണ്. ഓക്കെ, ചൈനയിൽ വെച്ചിട്ടാണ് 19ാമതാണ്. ഓക്കെ, 19ാമതാണ്. അപ്പോൾ 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യ 16ാമത്. 2025 ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രസീൽ 17ാമത് ഉച്ചകോടിയാണ്. 2026 18ാമത് ഉച്ചകോടി വേദി ഇന്ത്യ. 2027 19ാമത് ഉച്ചകോടി എവിടെയാണ്? ചൈനയാണ്. ഓർത്ത് വെച്ചേക്ക്. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം? ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം? ആൻസർ ഓപ്ഷൻ എ, നവി മുംബൈ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് നവി മുംബൈ. 18ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്?
നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ആരെപ്പറ്റിയാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത്? ആൻസർ ഓപ്ഷൻ സി ആണ്, മഹാത്മാഗാന്ധി. ഓക്കെ, മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ മഹാത്മാഗാന്ധി മരണമടങ്ങിയത് 1948 ജനുവരി 30. ഓക്കെ, 48 ജനുവരി 30 മഹാത്മാഗാന്ധി മരണമടങ്ങിയത്. 19ാമത്തെ ചോദ്യം, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്ത്യയും പാകിസ്ഥാനും. ഓക്കെ, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണ് 66 ജനുവരി 10 താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്. 66 ജനുവരി 10 താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്. 20ാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയനക്കരാർ രൂപീകരിച്ചു. ഈ ലയനക്കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതിന് ലയനക്കരാർ രൂപീകരിച്ചു. ഈ ലയനക്കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, VP മേനോൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 4. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ എന്നിവരാണ്. 21, ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സോവിയറ്റ് യൂണിയൻ. ഓക്കെ, സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്. 22ാമത്തെ ചോദ്യം, 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, ഗുൽസാർലാൽ നന്ദ. എന്നാൽ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, ആദ്യ വൈസ് ചെയർമാനായിരുന്നു ഗുൽസാർലാൽ നന്ദ. 23, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ഗ്യാനേഷ് കുമാർ. ഓക്കെ, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ശ്രീ ഗ്യാനേഷ് കുമാറാണ്. ഓക്കെ, ശ്രീ ഗ്യാനേഷ് കുമാറാണ്. അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? അത് 1950 ജനുവരി 25. ജനുവരി 25 എന്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. അതുപോലെ തന്നെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. ഓക്കെ, സുകുമാർ സെന്നാണ്. പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകളാണ് 324 മുതൽ 329 വരെ. ഓക്കെ, 324 മുതൽ 329 വരെയാണെന്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകളെന്ന് പറയുന്നത്. 24ാമത്തെ ചോദ്യം, മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി? 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഷാജി എൻ കരുൺ. 2024 ആർക്കാണ് ലഭിച്ചത്? ശാരദയ്ക്കാണ്. ഓക്കെ, ശാരദ. 2024 ലഭിച്ചത് ശാരദയ്ക്കാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് JC ഡാനിയൽ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. 25ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഹാരിഫ്, റാബി, സെയ്ദ് എന്നീ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ്
ഒന്ന്, തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. 2, ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. 3, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷികാലമാണ് റാബി. 4, ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ശരിയായവ കണ്ടെത്തുക എന്നാണ്. ആൻസർ ഓപ്ഷൻ സി, ഇവയെല്ലാം ശരിയാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് റാബി. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. 26ാമത്തെ ചോദ്യമാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ്. വീഡിയോ പോസ് ചെയ്ത് വെച്ചതിന് ശേഷം വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉമാണ് കറക്റ്റായിട്ടുള്ളത്. പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ. ഓക്കെ. 27, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. തെറ്റായവ കണ്ടെത്താനാണ്. ഇന്ത്യയിൽ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നത് ഉത്തര മഹാസമതല പ്രദേശത്താണ്. ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് ചുവന്ന മണ്ണാണ്. 4, പശ്ചിമഘട്ട പർവ്വതനിരകൾ തമിഴ്നാട് മുതൽ ഒറീസ വരെ നീണ്ടുകിടക്കുന്നു. തെറ്റായവ കണ്ടെത്താനാണ്. പക്ഷേ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. 1, 2 ശരി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യയിൽ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നത് ഉത്തര മഹാസമതല പ്രദേശത്താണ്. ധാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. പിന്നെ ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? ഉത്തരം 1. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതാണ് നിങ്ങൾക്ക് എഴുതാനുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ഏത്? 28ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആരവല്ലി. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ആരവല്ലി. 29, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളാണ് ഫലഭൂയിഷ്ഠമായ മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം. 30ാമത്തെ ചോദ്യം. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആര്? 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആര്? ഓപ്ഷൻ ബി, ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ ആണ്. 31, ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ ഡി, മോഹൻലാൽ. 32, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്ത്? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, എൻ്റെ കേരളം എന്നും സുന്ദരം. എൻ്റെ കേരളം എന്നും സുന്ദരം. 33, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സഞ്ചരിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആര്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സഞ്ചരിക്കുന്ന
ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികനാണ് ആര്? ആൻസർ ഓപ്ഷൻ എ ആണ് ശുഭാൻഷു ശുക്ലയാണ്. അതുപോലെ തന്നെ എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു? 18 ദിവസം. ഓക്കെ, 18 ദിവസമാണ്. അതുപോലെ തന്നെ ബഹിരാകാശത്തെത്തുന്ന 634ാമത് സഞ്ചാരിയാണ്. ഓക്കെ, 634ാമത് സഞ്ചാരി, 634ാമത് സഞ്ചാരിയാണ്. 34ാമത്തെ ചോദ്യം, പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിൻ്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് കിഴക്ക്. ഓക്കെ, കിഴക്കാണ്. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിൻ്റെ കിഴക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് ഏതാണ്? അറബിക്കടലാണ് അല്ലേ? പടിഞ്ഞാറ് അറബിക്കടലാണ്. പിന്നെ വടക്ക് കിഴക്ക് കർണാടക. വടക്ക് കിഴക്ക് ഏതാണ്? കർണാടകയാണ്. എന്നാൽ തെക്ക് കിഴക്ക് തമിഴ്നാട്. ഓക്കെ, തെക്ക് കിഴക്ക് ഏതാണ്? തമിഴ്നാട്. 35 നദികളും അവയുടെ ഉത്ഭവസ്ഥാനങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്തെഴുതുക. ശരിയല്ലാത്തത് എഴുതാനാണ്. നെയ്യാർ അഗസ്ത്യാർമല, പെരിയാർ ശിവഗിരി മല, ഭാരതപ്പുഴ ആനമല, പമ്പ നീലഗിരി. ശരിയല്ലാത്തത് എടുത്തെഴുതാനാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ്. നെയ്യാർ അഗസ്ത്യമല തന്നെയാണ്. പെരിയാർ ശിവഗിരിമല. ഓക്കെ, പെരിയ ശിവനാണ്. ഭാരതപ്പുഴ ആനമല, എന്താണ്? ഭരതൻ്റെ ആന. ഇനി പമ്പ എവിടെയാണ്? പുളിച്ചിമലയാണ് അല്ലേ? പമ്പയുടെ ഉത്ഭവം എവിടെ നിന്നിട്ടാണ്? പുളിച്ചിമല. മുപ്പത്തിയാറാമത്തെ ചോദ്യം, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? അപ്പോൾ ഇത് ഇച്ചിരി കൺഫ്യൂഷനാണ്. ആൻസർ PSC കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. അല്ലാണ്ട് ഓപ്ഷനായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ഇടുക്കി ജില്ലയിലാണ്. അത് ശരിയാണ്. 4 ഒക്കെ ശരിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. അതും ശരിയാണ്. ഓക്കെ, അത് തന്നെയാണ് ആൻസറായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത പദ്ധതിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, 1, 4 ശരിയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? അത് ഇടുക്കിയാണ്. ഓക്കെ, ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് പെരിയാറാണ്. ഓക്കെ, പെരിയാറാണ്. എന്നാൽ ജലസേചന പദ്ധതിയാണ് ഇവിടെ ഭാരതപ്പുഴയിൽ. ഓക്കെ, ജലസേചന പദ്ധതി ഭാരതപ്പുഴയും, എന്നാൽ ജലവൈദ്യുത പദ്ധതികൾ അവിടെ തന്നെയാണ്, പെരിയാറിൽ തന്നെയാണ്. 37ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആലപ്പുഴ. 38 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യങ്ങളെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. സുഭോജനം, ആശ്വാസം, ഇനി ഞാൻ ഒഴുകട്ടെ, പച്ചത്തുരുത്ത്. പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് വായിച്ചു നോക്കണേ. ആൻസർ ഓപ്ഷൻ സി ആണ്. 1A, 2D, 3B, 4C. അപ്പോൾ 1A തന്നെയാണ്. സുഭോജനം, ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണം വിതരണം ഉറപ്പാക്കുക. ശുചിത്വമുള്ളതും സംരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. ആശ്വാസം എന്താണ്? വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ്. ആശ്വാസം എന്താണ്? വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ്. ഇനി ഞാൻ ഒഴുകട്ടെ എന്താണ്? നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്. ഓക്കെ, നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പാണ്. എന്നാൽ പച്ചത്തുരുത്താണെങ്കിലോ തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളായി മാറ്റി സംരക്ഷിക്കുക. തരിശു നിലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ പ്രദേശങ്ങളായി എന്ത് ചെയ്യുക? മാറ്റി സംരക്ഷിക്കുക. 39ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക.
കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ ബി, പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുവരെ വീഡിയോ കണ്ടു നിന്നവരെ എന്ത് ചെയ്യുക, മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. ഓക്കെ. 40ാമത്തെ ചോദ്യമാണ്, കേരള തീരത്ത് നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏത്? കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് മത്തി. ഓക്കെ. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യമാണ് എന്തെന്നറിയപ്പെടുന്നത് മത്തിയാണ്. ഓക്കെ, മത്തിയാണ്. ഇനി 41ാമത്തെ ചോദ്യം, കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം? അതെല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് 1, 2 ഇടുക്കിയും വയനാടുമാണ്. 42 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം. ആൻസർ ഓപ്ഷൻ സി ആണ് സഞ്ജു സാംസൺ. ഓക്കെ, സഞ്ജു സാംസൺ ആണ്. 43 വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2, 3. ആലപ്പുഴ, എറണാകുളം, കോട്ടയം. ഓക്കെ, വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളാണ് ആലപ്പുഴ, എറണാകുളം, കോട്ടയം. 44 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്ത് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. കേരളത്തിൽ പ്രതിവർഷം ലഭിക്കുന്ന ശരാശരി മഴ 3000 സെൻറ്റിമീറ്റർ ആണ്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ലഭിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത നിലയത്തിൽ നിന്നാണ്. ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് പെട്രോളിൽ നിന്നാണ്. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് 1, 3. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. പിന്നെ കേരളത്തിൽ പ്രതിവർഷം ലഭിക്കുന്ന ശരാശരി മഴ 300 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 300. പിന്നെ കേരളത്തിൽ ലഭിക്കുന്ന ജലവൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത നിലയത്തിൽ നിന്നാണ്. നാൽപ്പത്തഞ്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? 1 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചത് 2021 2 സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ്. 3 കേരളത്തിലെ അമൃത ഷേർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രകാരിയാണ് TK പത്മിനി. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് 1, 2 ശരിയല്ലാത്തത്. അപ്പോൾ ശരിയായിട്ടുള്ളത് കേരളത്തിലെ അമൃത ഷേർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രകാരിയാണ് TK പത്മിനി. നഞ്ചിയമ്മയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതെന്നാണ് 2022 68. ഓക്കെ, 68. പിന്നെ സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസാണ്. ഓക്കെ, നന്ദലാൽ ബോസാണ് സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത്. 46 ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് തകഴി ശിവശങ്കരപിള്ള.
ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്. 3. ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തിദേവി പുരസ്കാരവും നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പോൾ ഇതിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാരാണ്? SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാടാണ്. അതിനൊരു കോഡുണ്ട്. ശങ്കരൻ പെറ്റ പിള്ള വാസു കുറുപ്പ് അക്കി. ശങ്കരൻ പെറ്റപ്പിള്ള വാസുക്കുറുപ്പ് അക്കി. അപ്പോൾ ആദ്യം ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. അടുത്തത് പെറ്റ SK പൊറ്റക്കാട് രണ്ടാമത് ലഭിച്ചു. പിള്ള തകഴി ശിവശങ്കരപ്പിള്ള മൂന്നാമത് ലഭിച്ചു. നാലാമത് ലഭിച്ചത് MD വാസുദേവൻ നായർ. അഞ്ചാമത് ലഭിച്ചത് ONV കുറുപ്പ്. ആറാമത് ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓർത്തു വച്ചേക്കുക, കോഡ് ഇതാണ്: ശങ്കരൻ പെറ്റപ്പിള്ള വാസു കുറുപ്പ്. നാൽപ്പത്തേഴാമത്തെ ചോദ്യമാണ്: താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. 2008 നവംബറിൽ മുംബൈയിൽ പാകിസ്ഥാൻ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച രാജ്യം അശോക ചക്ര നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു പാലക്കാട് സ്വദേശിയായ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. 2. 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച രാജ്യം വീർ ചക്ര നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേംരാജ്. 3. 1999 കാർഗിൽ യുദ്ധകാലത്തെ പ്രവർത്തനങ്ങൾക്കുള്ള വീർ ചക്ര നൽകി രാജ്യം ആദരിച്ച ധീര സൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ R വിശ്വനാഥൻ. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി 2, 3 ശരി. 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച രാജ്യം വീർ ചക്ര നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേംരാജ്. 3. 1999 കാർഗിൽ യുദ്ധകാലത്തെ പ്രവർത്തനങ്ങൾക്ക് വീർ ചക്ര നൽകി രാജ്യം ആദരിച്ച ധീര സൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ R വിശ്വനാഥൻ. 48ാമത്തെ ചോദ്യമാണ്: 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദ സീരീസ്, പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദ സീരീസ്, പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. ജസ്പ്രീത് ബുംറയും വിരാട് കോഹ്ലിയുമാണ്. 49ാമത്തെ ചോദ്യം: 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ്. നമുക്ക് തൽക്കാലം 2023 ജസ്റ്റ് ഒന്ന് പഠിക്കാം. അത് കഴിഞ്ഞ് മെയിനായി നമ്മൾ പഠിക്കേണ്ടത് 2025 2023, 24, 25 ഈ 3 വർഷത്തെ നോബൽ സമ്മാനം ഉറപ്പായും നിങ്ങൾ പഠിച്ചു വച്ചേക്കണം. LGS പരീക്ഷയാണ്, ഷുവറായിട്ടും ചോദിക്കും. സോ ഈ ഒരു 3 വർഷത്തെയും പഠിച്ചു വച്ചേക്കണം. എന്നാലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് 2025 നോബൽ പ്രൈസിന് തന്നെയാണ്. ബാക്കിയും കൂടെ ഒന്ന് പഠിച്ചു വച്ചേക്കുക. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 2023 നോബൽ പ്രൈസ് നമുക്ക് നോക്കാം. ആൻസർ വരുന്നത് സി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. യോൻ ഫോസ്റ്റേക്കാണ് സാഹിത്യത്തിന് നൊബേൽ സമ്മാനം നേടിയത്. നോർവീജിയൻ നാടകകൃത്താണ്. ഓക്കെ, യോൻ ഫോസ്റ്റേ സാഹിത്യത്തിനാണ് നോബൽ സമ്മാനം നേടിയത്. നോർവീജിയൻ നാടകകൃത്താണ്. 3ാമത്തേത് ക്ലൗഡിയ ഗോൾഡിൻ, സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. ഓക്കെ, US സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് ക്ലൗഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത്.
2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ലാസ്ലോ ക്രിസ്നഹോർക്കെയാണ്. ഓക്കെ, ലാസ്ലോ ക്രിസ്നഹോർക്കെയാണ്. ലാസ്ലോ ക്രിസ്നഹോർക്കെ ഹംഗേറിയൻ എഴുത്തുകാരനാണ്. ഓക്കെ, ഹംഗേറിയൻ എഴുത്തുകാരനാണ് ലാസ്ലോ ക്രിസ്നഹോർക്കെ. സാഹിത്യത്തിനാണ് ലഭിച്ചത്. ഇനി 2025 സാമ്പത്തികം കിട്ടിയത് ജോയൽ മൊക്കിർ USA ആണ്. ഓക്കെ, ജോയൽ മൊക്കിർ USA ആണ്. അതുപോലെ തന്നെ ഫിലിപ്പ് ആഗ്യോൺ ഫ്രാൻസ് ആണ്. ഓക്കെ, ഫിലിപ്പ് ആഗ്യോൺ ഫ്രാൻസ് ആണ്. പീറ്റർ ഹോവിറ്റ് കാനഡ. അപ്പോൾ ജോയൽ മൊക്കിർ USA ആണ്. പിന്നെന്താണ്? ഫിലിപ്പ് ആഗ്യോൺ ഫ്രാൻസ്, പീറ്റർ ഹോവിറ്റ് കാനഡ. ജോയൽ മൊക്കിറിന് ലഭിച്ചത് സാങ്കേതിക പുരോഗതിയുടെ സുസ്ഥിര വളർച്ചയ്ക്കുള്ള മുൻവ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞതിനാണ്. എന്നാൽ പീറ്റർ ഹോവിറ്റ്, ഫിലിപ്പ് ആഗ്യോൺ എന്നിവർക്ക് ലഭിച്ചത് സൃഷ്ടിപരമായ നശീകരണത്തിലൂടെയുള്ള സുസ്ഥിര വളർച്ച എന്ന സിദ്ധാന്തത്തിന്. ആർക്ക് ലഭിച്ചത്? ഫിലിപ്പ് ആഗ്യോണിനും പീറ്റർ ഹോവിറ്റിനും ലഭിച്ചത്. അമ്പതാമത്തെ ചോദ്യമാണ്, ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ. 1. ആസ്ഥാനമില്ല. 2. അധ്യക്ഷസ്ഥാനം ഓരോ 5 വർഷവും ഓരോ അംഗരാജ്യത്തിനും മാറിയെത്തും. 3. G20 സംഘാടകരെ ഷേർഷാ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിയല്ലാത്തവ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ആണ്. ഓക്കെ, അധ്യക്ഷസ്ഥാനം ഓരോ 5 വർഷം ഓരോ അംഗരാജ്യത്തിനും മാറി മാറി എത്തും. G20 സംഘാടകരെ ഷേർഷാ എന്നാണ് വിളിക്കുന്നത്. എങ്ങനെ വിളിക്കും? ഷേർഷാ എന്ന് വിളിക്കും. സോറി, അതാണെന്ത് തെറ്റായിട്ടുള്ളതാണ്. ഓക്കെ, 51ാമത്തെ ചോദ്യം, റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, ഓപ്പറേഷൻ ഗംഗ. ഓക്കെ, ഓപ്പറേഷൻ ഗംഗയാണ്. അപ്പോൾ നമ്മളൊരു പാട്ട് പോലെ നമ്മളിതൊന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ ഗംഗ, ഉക്രൈൻ ദേവി ശക്തി, അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പാട്ട് നമ്മുടെ ഷോർട്സിനകത്ത് കാണുന്നതാണ്. ആ ഒരു സോങ് ഇതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഓരോ ഓപ്പറേഷൻസ് നടന്നതെന്ന്, അത്യാവശ്യം ഒരു 5-6 ഓപ്പറേഷൻസ് ഉണ്ട്, അതെല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ളൊരു സോങ് ആണ്. അപ്പോൾ ഉറപ്പായിട്ട് അത് കാണണം, അതിവിടെ പിൻ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും. ഓക്കെ, 52ാമത്തെ ചോദ്യം, കേരളത്തിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ല ആലപ്പുഴ. 2019 ഓഗസ്റ്റ് 8 പാലക്കാട് ജില്ലയിലെ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. 3. 2020 ഓഗസ്റ്റ് 6 ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. ആൻസർ ഓപ്ഷൻ സി ആണ്, 2 മാത്രമാണ്. 2019 ഓഗസ്റ്റ് 8 വയനാട് ജില്ലയിലെ പുത്തുമലയിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഓക്കെ, വയനാട് ജില്ലയിലെ പുത്തുമലയിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. 53 ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏത്? ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏത്? ഓപ്ഷൻ സി ആണ്, മുരിങ്ങ. ഓക്കെ, മുരിങ്ങയാണ് ആൻസറായിട്ട് വരുന്നത്. 54 ദഹനരസങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ. കരൾ പിത്തരസം, അന്നനാളം ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആഗ്നേയഗ്രന്ഥി ആഗ്നേയരസം. ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്,
1ഉം 3ഉമാണ്. ഓക്കെ, 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കരള പിത്തരസം, ആഗ്നേയഗ്രന്ഥി ആഗ്നേയരസമാണ്. ഓക്കെ, അതുപോലെ തന്നെ ആമാശയമാണെന്ത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. 55 അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന കണ എന്ന രോഗം ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, വൈറ്റമിൻ ഡി. ചില ആഹാര ബന്ധങ്ങൾ ചുവടെ ചേർക്കുന്നു, ഇവയിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, പുല്ല്, പുൽച്ചാടി, മുയൽ, സിംഹം. 57 കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനമായ മണ്ണുത്തി ഏത് ജില്ലയിലാണ്? മണ്ണുത്തി ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, തൃശ്ശൂർ. 58 പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കരയിനം വിത്തുകളാണ്? പവിത്ര, അന്നപൂർണ എന്നിവ ഏത് വിളയുടെ സങ്കരയിനം വിത്തുകളാണ്? ഓപ്ഷൻ സി, നെല്ല്. 59 കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? കേരളത്തിൽ ഏത് വന്യജീവിയുടെ ആക്രമണത്തിലാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ജീവഹാനി നേരിട്ടിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ, കാട്ടാന. 60ാമത്തെ ചോദ്യം, ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ? ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലിയോ 14. ഓക്കെ, ലിയോ 14 61 ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് എതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര്? ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര്? ഓപ്ഷൻ ഡി ആണ്, ഓപ്പറേഷൻ സിന്ദൂർ ആണ്. ഓക്കെ, ഓപ്പറേഷൻ സിന്ദൂർ ആണ്. അലുമിനിയത്തിൻ്റെ അയിര് ഏത്? 62 അലുമിനിയത്തിൻ്റെ അയിര് ഏത്? ഓപ്ഷൻ എ ആണ്, ബോക്സൈറ്റ്. ഓക്കെ, അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. 63 പ്രകാശം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? ഓപ്ഷൻ സി, ശൂന്യത. ഓക്കെ, ശൂന്യതയിലാണ്. 64 അഗ്നിശമനങ്ങളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. 65 ശബ്ദ തീവ്രത അളക്കുന്നതിന് ഏത് യൂണിറ്റിലാണ്? ശബ്ദ തീവ്രത അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ആൻസർ ഓപ്ഷൻ സി, ഡെസിബൽ. 66 വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ച് നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിലെ ഊർജം ഏത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിൽ റിസർവോയറുകളിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിൻ്റെ ഊർജം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്ഥിതികോർജം. ഓക്കെ, സ്ഥിതികോർജമാണ്. 67 നാം കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ഡേഷിൽ വെച്ചാണ്? നാം കഴിച്ച ഭക്ഷണത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ഡേഷിൽ വെച്ചാണ്. അവയവം തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, ചെറുകുടൽ. ഓക്കെ, ചെറുകുടലാണ്. 68 രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവെത്ര? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണെന്ത്? പ്രമേഹം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവെത്ര? 70 to 110 mg/100 ml. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 69 സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ്? ഓപ്ഷൻ എ, നിർഭയ. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് നിർഭയ. 70 നൽകിയിരിക്കുന്നവയിൽ വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം? കോളറ, ചിക്കൻ ഗുനിയ, ചിക്കൻ ബോക്സ്, ക്ഷയം. വായുജന്യ രോഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ്, ക്ഷയവും ചിക്കൻ ബോക്സും. ഓക്കെ, ക്ഷയവും ചിക്കൻ ബോക്സും ആണ്.
71 എയ്ഡ്സ് HIV ബാധയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്താനാണ്. അപ്പോൾ ഈ ചോദ്യം ഒരു മിസ്റ്റേക്ക് ഉണ്ട്, സോ ഇത് വായിക്കുന്നില്ല. 72 വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാവുന്ന ഒരു രോഗം. ആൻസർ ഓപ്ഷൻ എ ആണ് നിപ്പ. 73 കുഷ്ഠരോഗം കുട്ടികളിൽ രോഗാരംഭത്തിൽ തന്നെ കണ്ടെത്തി രോഗനിവാരണം വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സർക്കാർ പദ്ധതിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ബാലമിത്ര. 74 നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യമടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. നമുക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ ഊർജം ഭക്ഷണത്തിലെ പോഷക ഘടകമായ ധാന്യത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ ധാന്യമടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തു ഏതാണ്? ഓപ്ഷൻ എ അരി ഗോതമ്പ് കപ്പ. 75 COVID-19 ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. COVID-19 കാരണം കൊറോണ വൈറസാണ്. കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾ ഈ രോഗത്തിനെതിരെ രോഗം വരുന്നത് തടയാൻ ഉപയോഗിച്ച വാക്സിനുകളാണ്. കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് RT-PCR. COVID-19 പകർച്ചവ്യാധിയല്ല. ഇതിൽ ശരിയായിട്ടുള്ളതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ എ 1, 2, 3 ശരി. 4 എന്താണ്? COVID-19 എന്താണ് ഒരു പകർച്ചവ്യാധി അല്ല. 76 നൽകിയിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ടത് ഏത്? BCG, ECG, OPV, MMR. ആൻസർ ECG ആണ്. ബാക്കിയെല്ലാം എന്താണ്? മരുന്നുകളാണ്. 77 കൊഴുപ്പിൽ ലയിക്കാത്ത വൈറ്റമിൻ ഏത്? വിറ്റാമിൻ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് വൈറ്റമിൻ സി. 78 മൂത്രാശയ രോഗങ്ങൾക്ക് കാരണം. മൂത്രശങ്ക ഉണ്ടാവുമ്പോൾ മൂത്രമൊഴിക്കാത്തത്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തത് മൂലം, വൃത്തിശീലങ്ങളിൽ പോരായ്മ. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരി. 79 ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാർ ഡേഷാണ്. ആൻസർ ഓപ്ഷൻ എ ബാക്ടീരിയകൾ. 80 ചോദ്യം കൊതുകുജന്യ രോഗം, ശക്തമായ പനി, അസഹ്യമായ തലവേദന, കണ്ണുകൾക്ക് പിന്നിൽ വേദന, നെഞ്ചിലും മുഖത്തും ചുവന്ന പാടുകൾ, ഗുരുതരാവസ്ഥയിൽ രക്തത്തിലെ പ്ലാറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മരണം സംഭവിച്ചേക്കാം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പനിയുടെ ലക്ഷണങ്ങളാണിവ. പനി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും എത്ര മാർക്കാണ് കിട്ടിയതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ കട്ട് ഓഫ് മാർക്ക് 52 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് ഇട്ടേക്കുന്നത്. സോ എല്ലാവർക്കും എത്ര മാർക്കാണ് കിട്ടിയതെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം എന്ത് ചെയ്യുക? വീഡിയോ ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് എത്തിക്കാൻ കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. ടാറ്റാ.